ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. നല്ല വിശേഷമൊക്കെ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ആയിട്ട് ഇങ്ങനെ വരണം എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ നാട്ടിലില്ല. ഒരു പടത്തിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഭയങ്കര ചൂടാണ്. തമിഴ്നാട്ടിൽ തന്നെ ഭയങ്കര ചൂടാണ്. ആ ചൂടത്ത് നല്ല പണിയുണ്ട്. ഞാനിപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവാസികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ. പ്രവാസികൾക്ക് മാത്രമല്ല, നമ്മുടെ GCC കൺട്രി മൊത്തം. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും ന്യൂസിലൊക്കെ ആയിട്ടിപ്പോൾ. അതേപോലെ തന്നെ ഒമാനിൽ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടായി. അതിൽ കുറച്ച് പിഞ്ചു കുഞ്ഞുങ്ങൾ മരണപ്പെട്ട് വളരെ ഒരു വിഷമല്ല, സങ്കടം. എല്ലാവരും ദുആ ചെയ്യുക ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, എല്ലാം പുറത്തു കൊടുക്കട്ടെ. അതുപോലെ തന്നെ ദുബായിലും അബുദാബിയിലൊക്കെ ഭയങ്കര മഴ തന്നെ. ഇപ്പോൾ വെള്ളപ്പൊക്കം തന്നെയാണ്. ഓരോ ഭാഗത്തു നിന്ന് ഇങ്ങനെ ക്ലിയറാക്കി പോകുന്നുണ്ട്. അതേപോലെ നമ്മുടെ മക്കത്തൊപ്പം ഒരു വീഡിയോ കാണാനുണ്ടായി. അവിടെ കായപ്പടക്ക് ചുറ്റുമൊക്കെ ഭയങ്കര വെള്ളം തന്നെയാണ്. പിന്നെ ക്ലീനാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് സമയം പിടിക്കും, കുറച്ച് ദിവസങ്ങളൊക്കെ ആവുന്നതാണ് പഴയ രീതിയിൽ എത്താൻ എന്നാണ് അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മളവിടുത്തെ ആ നാടിനും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ 2018 നല്ല വെള്ളപ്പൊക്കം ഉണ്ടായത്. അതിന് ശേഷം തുടർച്ചയായിട്ടും വെള്ളപ്പൊക്കം തന്നെയാണ്. അപ്പോൾ എല്ലാവരും, ഞാനൊക്കെ ഒരുപാട് പണിയെടുത്ത സ്ഥലം തന്നെയാണ്. ഈ സ്ഥലത്തൊക്കെ തന്നെയാണ് നല്ല വെള്ളപ്പൊക്കമുള്ളത്. സിക്കിമിലായിക്കോട്ടെ, ഷാർജയിലായിക്കോട്ടെ, ദുബായിലായിക്കോട്ടെ, അബുദാബിയിലായിക്കോട്ടെ, എല്ലായിടത്തും നല്ല വെള്ളപ്പൊക്കം തന്നെ. അപ്പോൾ എല്ലാവരും നമ്മൾ പെട്ടെന്ന് ശരിയാകാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. അത്രേ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നമസ്കാരം.